2019 മുതൽ മോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ചത് മൊത്തം 27 പരാതികൾ. എന്നാൽ ഇതിലൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തിട്ടില്ല. 27-ൽ 12 എണ്ണം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയതിനെതിരെയുമായിരുന്നു. സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. സ്വാതി, മൊത്തം 27 പരാതികൾ, അതിൽ 12 എണ്ണം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയതിന് വളരെ വ്യാപകമായ നിലയ്ക്ക് അനുവദനീയമാണ് എന്ന നിലയ്ക്കുള്ള ഒരു പെരുമാറ്റമാണ് ഈ പ്രസംഗ വേദികളിലെല്ലാം വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രസംഗങ്ങളിലെയും വിദ്വേഷകരമായ പരാമർശം എന്ന് പറയുന്നത്. ഇതിൽ നടപടിയെടുക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഗുരുതരമായ വിമർശനം രാജ്യത്തെമ്പാടും ഉയരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പേരിനൊരു വിശദീകരണം ചോദിക്കുന്നു എന്നതിനപ്പുറത്തേക്കുള്ള ഒരു നടപടിക്രമങ്ങൾ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. വലിയ വിമർശനമല്ലേ ഈ ഒരു ഘട്ടത്തിലും ഉയരുന്നത്? തീർച്ചയായും കാവ്യ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിൻ്റെ നിഷ്പക്ഷത കാണിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് മോദിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ്. ഇപ്പോൾ 2019 മുതലുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 2019 മുതൽ 27 പരാതികളാണ് മോദിക്കെതിരെ ഈ വിഷയത്തിൽ സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ 27 പരാതികളിലും 12 പരാതികൾ എന്ന് പറയുന്നത് വിദ്വേഷ പ്രസംഗം അല്ലെങ്കിൽ വർഗീയ പരാമർശങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നൽകിയിരിക്കുന്നത്. ബാക്കി സൈന്യത്തിൻ്റെ പേരിൽ വോട്ട് പിടിച്ചു, മതത്തിൻ്റെ പേരിൽ വോട്ട് പിടിച്ചു, മാത്രമല്ല പ്രചാരണ റാലികളിൽ തനിക്ക് പ്രസംഗിക്കാനായി ഉള്ള പ്രസംഗങ്ങൾ മന്ത്രാലയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എഴുതി ചിട്ടപ്പെടുത്തി തുടങ്ങിയിട്ടുള്ള പരാതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, പെരുമാറ്റച്ചട്ട ലംഘനം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരത്തിൽ പരാതികൾ നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ പരാതിയിലൊന്നും തന്നെ നടപടിയെടുക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ മോദിക്ക് അനുകൂലമായി നിലയുറപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നടത്തിയത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വർഗീയ പരാമർശമാണ്. മുസ്ലിം ജനവിഭാഗങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിച്ചുകൊണ്ടുള്ള പരാമർശം. അതിലടക്കം വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ പരാതി ഉന്നയിച്ചത്. എന്നാൽ ആ പരാതി പേരിനു വേണ്ടി മാത്രം പരിഗണിച്ചുകൊണ്ട് ഇതിൽ നോട്ടീസ് അയച്ചത് പരാതിക്കാരനായ മോദിക്കല്ല, മറിച്ച് പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്കാണ്. JP നദ്ദയും മോദിക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായി. ഈ നോട്ടീസിൽ മറുപടി അയക്കാനോ അല്ലെങ്കിൽ മോദിക്കൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് JP നദ്ദയും ഈ പരാതിയിൽ അല്ലെങ്കിൽ ഈ നോട്ടീസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പ്രതികരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വലിയ തരത്തിൽ ഈ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ BJP നേതാക്കൾക്കെതിരെ ഇത്തരം നിരന്തരമായ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ പോലും ഇതിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല. എന്നാൽ മറ്റു പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ നിരന്തരമായി നോട്ടീസ് അയക്കുകയും അതിൽ പരാതികൾ സ്വീകരിക്കുകയും അതിൽ നടപടി ഉടനടി കൈക്കൊള്ളുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതിനെതിരെ ഇപ്പോഴും വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. കാവ്യ, ഈ പ്രതിപക്ഷ പാർട്ടികൾ വളരെ രൂക്ഷമായ ഒരു വിമർശനം ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിലും ചുരുങ്ങിയ പക്ഷമുള്ള, ഇപ്പം നമുക്കറിയാം സ്വാതി, കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിയോട് വിശദീകരണം ചോദിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള തുടർ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ഉണ്ടാകാത്ത ഒരു വിഷയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങളുടെ ഭാഗത്ത് നിന്നായിക്കോട്ടെ ലഭിക്കുന്ന വിവരങ്ങളൊക്കെയും അത്രത്തോളം വിചിത്രം തന്നെയാണ്. കാരണം മുന്നോട്ട് പോകുന്ന ഓരോ ഘട്ടങ്ങളിലും ഓരോ പ്രസംഗ വേളയിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോദി നടത്തിയ പ്രസംഗം തന്നെ ഈ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ഒരു പരാമർശം നടത്തി. അതിൽ വ്യാപകമായ പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ നിലയ്ക്കും കൂടി ഈ ഒരു പ്രതിഷേധത്തെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഇപ്പോഴുണ്ടോ? തീർച്ചയായും കാവ്യ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ മുന്നണിക്കടക്കം അവർക്ക് നേരെ ഉന്നയിച്ച പരാമർശങ്ങൾ ഉൾപ്പെടെ വലിയ തരത്തിൽ വിവാദമായി നിൽക്കുമ്പോഴും BJP ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു. അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മൗനം പാലിക്കുന്നു എന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ആ വിഷയത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, വലിയ സമ്മർദ്ദങ്ങൾക്ക് പിന്നാലെ മാത്രമാണ് മോദിക്കൊരു നോട്ടീസ് അയക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നത്. അതും നോട്ടീസ് എന്ന് പറയുന്നത് വെറും പേരിനു വേണ്ടി, അതായത് ഇത്രത്തോളം
ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം മോദിക്കെതിരെയും BJP സർക്കാരിനെതിരെയും ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ പേരിന് വേണ്ടി മാത്രം ഒരു നോട്ടീസ് അയക്കുന്നു. അതും മോദിക്ക് നേരെ അയക്കാണ്ട് ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് പരാതി അയച്ചതിലും വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. കാരണം മോദിയെ ഭയക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും വലിയ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും അതിനെ ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഭാവം തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നോട്ടീസ് അയച്ചതിനു പിന്നാലെയും വിവിധ ഇടങ്ങളിൽ മോദി ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം SC ST OBC വിഭാഗങ്ങളുടെ സംവരണമടക്കം മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുമെന്നടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച പരാമർശങ്ങൾ അതിന് പിന്നാലെയും ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും വീണ്ടും മോദിയും BJP നേതാക്കളും ഇത്തരത്തിൽ ഈ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ തങ്ങളുടെ പ്രചരണ റാലികളിൽ തിരികെ കയറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്നും പിന്മാറാൻ ഇതുവരെയും BJP തയ്യാറായിട്ടില്ല എന്ന് വേണം കാണാൻ. കാവ്യ. ശരി സ്വാതി സന്തോഷാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്നും സമഗ്ര വിവരങ്ങൾ നൽകിയത്.